പറഞ്ഞൂടെ? പ്രധാനമായും പറയേണ്ടത് ആരോപണങ്ങൾ പറഞ്ഞൂടെ? അത് പറഞ്ഞൂടെ? അതൊന്ന് പറയും. പുറത്തുവന്ന ഓഡിയോ സംഘത്തിന്റെ പരിധിയിലിരിക്കുന്ന കാര്യങ്ങൾ, ആ പരിധിയിലിരിക്കുന്ന വ്യവസ്ഥയും ഞാൻ പറഞ്ഞത് ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലിരിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു സ്ത്രീയോട് അല്ല, അത് പറഞ്ഞൂടെ രാഹുൽ? രാഹുൽ അതല്ല, അല്ല രാഹുൽ പറയൂ, അതല്ല പറയല്ലേ. ഇപ്പൊ രാഹുലിന് പറയാനുള്ള കാര്യങ്ങൾ മാത്രം മറുപടി ഇല്ലാത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ച ശേഷം സീൻ വിടുകയാണ്. ആ ഓഡിയോ രാഹുലിൻ്റെതാണോ എന്നാണ് മാധ്യമപ്രവർത്തകർ ചിലർ ആവർത്തിച്ച് ചോദിച്ചത്. അതിനോട് അദ്ദേഹം പ്രതികരിച്ചില്ല. പകരം ഒരു അന്വേഷണ സംഘം കേസ് അന്വേഷിക്കുകയാണ്, അതേക്കുറിച്ച് ഇപ്പോൾ എന്ത് പറയാനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ആ ഓഡിയോ തൻ്റേതാണോ അല്ലയോ എന്നൊന്നും അദ്ദേഹം സ്ഥിരീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്തിട്ടില്ല. മാധ്യമങ്ങളാണ് ആ ഓഡിയോ പുറത്തുവിട്ടത് എന്നതും ശ്രദ്ധേയമാണ്. ഷിജോ കുര്യൻ വീണ്ടുമായി ചെയ്യുന്നു. ഷിജോ, എന്താണ് രാഹുൽ പറഞ്ഞത്? എന്താണ് മാധ്യമങ്ങൾ ചോദിച്ചത്? അജിംസ, ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ അല്ലെങ്കിൽ ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയാതെ രാഹുൽ എന്തൊക്കെയോ പറഞ്ഞ് മാധ്യമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു കാര്യമാണ് കണ്ടത്. താനൊരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണ്, മരണകാലം വരെയും അങ്ങനെ തന്നെയായിരിക്കും, സർക്കാരിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് താൻ എപ്പോഴും ഉണ്ടാകും, അങ്ങനെ പഴയകാല ചരിത്രം മാത്രം പറയുകയും ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം പോലും നൽകാതെ അതെല്ലാം അന്വേഷണ പരിധിയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്, അന്വേഷണം എങ്ങനെ നടക്കട്ടെ, അന്വേഷണത്തിനപ്പുറത്തേക്ക് ഇപ്പോൾ താൻ കൂടുതലൊന്നും പറയാനില്ല. ഇപ്പോൾ പുറത്തു വന്ന ശബ്ദ സന്ദേശം രാഹുലിൻ്റെതാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരമില്ല. ഇനി മുതൽ നിയമസഭയിൽ സജീവമാകുമെന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരമില്ല. ഇന്നിപ്പോൾ നിയമസഭയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെങ്കിലും ഒരു കുറിപ്പെഴുതി നൽകിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരമില്ല. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് മാത്രം, അല്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതെല്ലാം അന്വേഷിക്കുകയല്ലേ, അന്വേഷണത്തിനപ്പുറത്തേക്ക് താൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നുള്ള മറുപടി മാത്രം പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടു എന്ന് വരുത്തി തീർക്കാൻ, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമാണ് ഇപ്പോൾ രാഹുൽ നടത്തിയിട്ടുള്ളത്. അതല്ലാതെ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നിനും ഒരു മറുപടി പറയാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നിയമസഭയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ളത്. നേരത്തെ നടന്നില്ല. ഇപ്പോൾ സർക്കാർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ്, താൻ സർക്കാരിനെതിരെ നിരന്തരം ശബ്ദിക്കുന്ന ആളാണ്, അപ്പോൾ പാർട്ടിയിൽ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. താനിപ്പോൾ താൻ കോൺഗ്രസ് പ്രവർത്തകനാണ്, പക്ഷേ പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ താൻ ഒരു കോൺഗ്രസ് അനുഭാവിയായിട്ട് പാർട്ടിക്കൊപ്പം തന്നെയുണ്ട്, അത് മരണം വരെ ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള ഒരു പഴയകാല കാര്യവും തന്റെ കോൺഗ്രസ് ചരിത്രവും മാത്രം പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് കണ്ടത്. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും ഒരു ചോദ്യങ്ങളോടോ അല്ലെങ്കിൽ നിയമസഭയിൽ ഇനിയും തുടർന്നുണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ഇരകളാരും പരാതി നൽകില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ അങ്ങനൊരു കാര്യം ഉറപ്പാക്കിയതിന് ശേഷം മാത്രമല്ലേ ഇങ്ങനൊരു ധൈര്യത്തിൽ വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന് പോലും ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് കണ്ടത്. അതായത് ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നില്ല, തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നേരത്തെയും ഇങ്ങനെ ഈ ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ അന്ന് അടൂരിലെ വീട്ടിൽ വെച്ച് ഈ കാര്യങ്ങളെല്ലാം താൻ പറഞ്ഞതല്ലേ, അതിനും അപ്പുറത്തേക്ക് ഇനിയിപ്പോൾ എന്താണ് പറയാനുള്ളത്? അത് ഇങ്ങോട്ട് മറു ചോദ്യങ്ങൾ മാത്രം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതൊന്നും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്ക് അടിസ്ഥാനമുള്ളതല്ല. അത് കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ താൻ നേതൃത്വത്തിനെ വെട്ടിലാക്കിയല്ല നിയമസഭയിലേക്ക് വന്നത്. അതായത് പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചുകൊണ്ട് താൻ നിയമസഭയിലേക്ക് വന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ പഴിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് കണ്ടത്. അതായത് പ്രതിപക്ഷ നേതാവ് നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നതിനോട് വലിയ തരത്തിലുള്ള അതൃപ്തി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രകടിപ്പിച്ചതാണ്. അപ്പോൾ നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് പ്രതിപക്ഷ നേതാവിന് വലിയ തരത്തിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. പക്ഷേ ആ ചോദ്യം അല്ലെങ്കിൽ അങ്ങനൊരു വാർത്ത നൽകിയപ്പോൾ അത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. താൻ തന്റെ കോൺഗ്രസ് പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ നേതൃത്വത്തെയോ വെല്ലുവിളിച്ചുകൊണ്ടല്ല നിയമസഭയിലേക്ക് വന്നത്. അപ്പോൾ അതിനെ ആ രീതിയിൽ മാധ്യമങ്ങൾ വക്രീകരിക്കുകയാണ്, മാധ്യമങ്ങൾക്ക് ചില അജണ്ടകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രതികരണം നടത്തി മടങ്ങിപ്പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. അതല്ലാതെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന ആരോപണങ്ങളിൽ രാഹുലിന് മറുപടിയില്ല, നിയമസഭയിലേക്ക് തുടർന്നു വരുമോ എന്നൊരു കാര്യത്തിനകത്ത് മറുപടിയില്ല, കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്ന് രാഹുലിന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അതെന്തൊക്കെയാണ് അതിനകത്ത് മറുപടിയില്ല. അങ്ങനെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനോട് ഒരു തരത്തിലും പ്രതികരിക്കാതെ ഈ പറയുന്ന രീതിയിൽ തന്റെ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും പ്രതിരോധത്തിലാക്കാൻ താനില്ല എന്ന് പറയുകയും
അത് മാധ്യമങ്ങൾ ചില കഥകൾ മെനഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ ഇംഗിതത്തിന് വാർത്തകൾ വലിച്ചിറക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള മറുപടി പറഞ്ഞ് മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഒരു തരത്തിലും മാധ്യമപ്രവർത്തകരെ കൃത്യമായിട്ട് അഭിമുഖീകരിക്കാൻ കോൺഗ്രസിന്റെ യുവ നേതാവ് പാലക്കാട് MLA നേരത്തെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് വാതോരാതെ പറഞ്ഞുകൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും നേരത്തെ മറുപടി പറഞ്ഞിരുന്ന, എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു ചോദ്യങ്ങൾക്കും മറുപടി ഇല്ലാതെ തനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, തന്റെ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും മാധ്യമങ്ങൾ ചില ഗൂഢാലോചനകളുടെ ഭാഗമായിട്ട് പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യത്തിന് ഒരു മറുപടി പറഞ്ഞുകൊണ്ട് രാഹുലിനെതിരെ ഉയർന്ന ചോദ്യങ്ങളോട് മറുപടി പറയാതെ മടങ്ങിപ്പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നമ്മൾ കണ്ടത്. എന്തായാലും